ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേതൊരു അടിപൊളി റെസിപ്പിയാണ്. ഷെസ്വാൻ ചിക്കൻ, ഷെസ്വാൻ ഫിഷ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് തയ്യാറാക്കുന്നത് ഈ ഒരു സോസ് വെച്ചിട്ടാണ്. പെർഫെക്റ്റ് തിക്ക് സ്പൈസി ഷെസ്വാൻ സോസ് എങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോസ് തയ്യാറാക്കുന്നതിന് 2 തരത്തിലുള്ള മുളക് വേണം. ഒന്ന് കാശ്മീരി, പിന്നൊന്ന് നമ്മുടെ സാധാരണ വറ്റൽമുളകും. കാശ്മീരി കളർ കൊടുക്കാനും വറ്റൽമുളക് സ്പൈസിനെസ്സിനും വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരിൻ്റെ ഡബിൾ വറ്റൽമുളക് എടുക്കുക. എരിവ് കുറയ്ക്കുന്നതിനായിട്ട് പകുതി മുളകിൻ്റെ സീഡ്സ് റിമൂവ് ചെയ്യാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് 20-30 മിനിറ്റ് ഈ മുളകൊക്കെ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലേ നന്നായി അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. 30 മിനിറ്റിന് ശേഷം ഇത് ബോയിൽ ചെയ്യണം. അതേ വെള്ളത്തിൽ തന്നെ ബോയിൽ ചെയ്താൽ മതിയാവും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ബോയിൽ ചെയ്യാനായിട്ട്. ഇനി ഇതൊരു മൂടി കൊണ്ട് മൂടി വെച്ച് 4-5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അത് കഴിയുമ്പോൾ മുളക് മാത്രം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കണം. വെള്ളം കളയേണ്ട, അത് നമുക്ക് ആവശ്യം വരും. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗാർലിക്കും 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പ് ചെയ്തെടുക്കണം. ചൂടാക്കിയ പാത്രത്തിലേക്ക് 3-4 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്കും ജിഞ്ചറും ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുമ്പോൾ നമുക്കതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്യൂരി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇത് പ്രിസർവ് ചെയ്ത് വെക്കാനാണെങ്കിൽ കുറച്ചും കൂടി കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഫ്രിഡ്ജിലും വെക്കാം നമുക്ക്. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടി വേവിക്കാം. ഇനി ഇത് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളമില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണാം. ആ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി 1/2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗർ ഇടുന്നത് കൊണ്ട് മധുരം കൂടുന്നൊന്നും വിചാരിക്കേണ്ട. അത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. ഇനി അവസാനമായി 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു 30 സെക്കൻഡും കൂടി കുക്ക് ചെയ്താൽ മതിയാവും. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് പാകത്തിനായില്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്യാം. നല്ല വൈബ്രൻറ്റ് റെഡ് കളറിൽ വന്നിട്ടുണ്ട് സോസ്. നല്ല സ്പൈസി സോസാണിത്. ടൊമാറ്റോ സോസിന് പകരം നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രിഡ്ജിലും വയ്ക്കാം, സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Be happy, stay healthy. Thank you.